Hello students, now we are moving to the next section of analytic geometry. This is the last section, polar equations for conic sections. Before seeing the polar equations of conic sections, first we see the polar equations of straight line, circle, etc. and then move to the standard equation in polar form, which is a general equation for എലിപ്സ്, പരാബോള ആൻഡ് ഹൈപ്പർബോള മൂന്നും കൂടി ഒരേ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പോളാർ ഇക്വേഷനിൽ കാണുക. ഫസ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് ദ ബേസിക്സ് ഓഫ് ദ പോളാർ പ്ലെയിൻ. അത് നമ്മൾ നേരത്തെ ആദ്യം തന്നെ തുടങ്ങിയോടത്ത് പറഞ്ഞതാണ്. ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ദർ ഈസ് എ പോയിന്റ് വിച്ച് ഈസ് കോൾഡ് ദ ഒറിജിൻ ഓർ പോൾ. ഒറിജിൻ എന്ന് നമ്മൾ കാർട്ടീഷ്യനിൽ പറയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പോളായിട്ട് സെറ്റ് ചെയ്യുക, പോൾ. ആൻഡ് ആൻ ഇനീഷ്യൽ ലൈൻ ലൈക്ക് ദിസ്. ഒറിജിനും ഇനീഷ്യൽ ലൈനും ആണ്. കാർട്ടീഷ്യനിൽ രണ്ട് ലൈൻസ് എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ളതിന് പകരം ഇവിടെ ഒരു പോയിന്റ്, ദിസ് ഇസ് കോൾഡ് ദ പോൾ ആൻഡ് ദ ഇനീഷ്യൽ ലൈൻ. നൗ അസ്യൂം ദാറ്റ് എ ലൈൻ പാസസ് ത്രൂ ദ, ഫസ്റ്റ് വി ഫൈൻഡ് ദ പോളാർ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ലൈൻ പാസസ് ത്രൂ ദ പോൾ ഓഫ് ദ പോളാർ പ്ലെയിൻ. പോളാർ പ്ലെയിനിലെ പോളിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ലൈൻ പോളിൽ കൂടെ പാസ് ചെയ്യുന്നതാണെന്ന് പറയും. നമ്മൾ കാർട്ടീഷ്യനിൽ പറയുമ്പോൾ ലൈനിന്റെ സ്ലോപ്പ് വെച്ചാണ്. ദിസ് ഇസ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അപ്പോൾ 0 ആയിരിക്കും, കാരണം എക്സും വൈയും 0 കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യണം. ലൈനിന്റെ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ഉണ്ടാവില്ല, എക്സും വൈയും മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമുക്കറിയാം. അത് ലൈനിന്റെ സ്ലോപ്പ് ഉപയോഗിച്ച്, സ്ലോപ്പ് പോയിന്റ് ഫോം ഉണ്ട്, സ്ലോപ്പ് എം ഉപയോഗിച്ചാണ് നമ്മൾ പറയുക. ഇവിടെ ഇപ്പോൾ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ചെരിവ് തീരുമാനിക്കപ്പെടുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദ ആംഗിൾ വിത്ത് ദ ഇനീഷ്യൽ ലൈൻ. ഈ ആംഗിൾ കൂടുവാണെങ്കിൽ ഇതിന്റെ ചെരിവ് കുറഞ്ഞു വരും. ഈ ആംഗിൾ കുറയുന്നതനുസരിച്ച് ഇത് കൂടുതൽ ചെരിഞ്ഞു കിടക്കും. ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ ഇനിഷ്യൽ ലൈനോടടുത്ത് ഇതേപോലെ കിടക്കും. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോൾ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഈസിലി ബൈ ദ ആംഗിൾ that it makes, angle theta that it makes with the initial line. Theta equal to, ഇത് theta equal to pi by 4 ലാണ് എന്ന് വിചാരിക്കുക. That constant is denoted by theta naught. Theta is a variable, theta naught is a fixed value. ഈ എഴുതിയിരിക്കുന്നത് theta equal to pi by 4, ഏകദേശം അങ്ങനെ പറയാം. pi by 2 ആയിരുന്നെങ്കിൽ ഇത് വന്നേനെ, അതിൻ്റെ നടുക്കാണ് വന്നു. Theta equal to pi by 4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിനെ ബൈസെക്ട് ചെയ്യുന്ന സ്ക്വാഡ്രന്റിന്റെ പകുതിയല്ലേ. y equal to x നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുന്ന ലൈൻ ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പോളിൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഇനി അങ്ങനെ മാത്രമല്ല ലൈൻസ് ഉണ്ടാവുക. സപ്പോസ് ദാറ്റ് വി ഹാവ് ദ പോൾ ഇനീഷ്യൽ ലൈൻ ആൻഡ് എ ലൈൻ ലൈക്ക് ദിസ്. ഇത് പോളിൽ കൂടെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ ലൈനുമായിട്ടുള്ള ആംഗിൾ ഉപയോഗിച്ച് നമുക്കതിനെ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കത്തില്ല. സപ്പോസ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ origin from the pole meets the line at P0. ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ, ഏത് ലൈനാണോ തന്നിരിക്കുന്നത് അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഈ ആംഗിൾ രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് P0, R0 പോളാറിലാണ്, ആർ തീറ്റയാണ് പോളാറിലെ വേരിയബിൾസ്. R0 θ0 ആണ് P0ന്റെ കോർഡിനേറ്റ്സ് എന്ന് വിചാരിക്കും. ദെൻ സപ്പോസ് ദാറ്റ് PXY ഈസ് എനി പോയിന്റ്, PXY ഈസ് എനി പോയിന്റ് ഓഫ് ദ ലൈൻ. ഈ ലൈനിൽ XY അല്ല, പോളാറിലാണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്? ആർ തീറ്റ. ഈ ആർ തീറ്റ പോളാർ ഇക്വേഷൻസ് നമ്മൾ പറയുന്നത്, ലൈനിന്റെ പോളാർ ഇക്വേഷൻ. ആർ തീറ്റ അത് ജനറൽ വേരിയബിൾസ്. ഇത് ലൈനിലെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. നൗ വി ക്യാൻ കൺസ്ട്രക്ട് ദിസ് ഈസ് the origin. പോൾ പി എന്ന് എഴുതാറുണ്ട്. ഒറിജിൻ അത് 2 ഡയമെൻഷനിലെ ഒറിജിനുമായിട്ട് ഇക്വലന്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുക. അതുകൊണ്ടോ എന്നും എഴുതാം. ദെൻ പി എന്ന് വിളിക്കാം എനി പോയിന്റ് PXY, PR തീറ്റ എന്നൊക്കെ എഴുതിയാണ് നമുക്ക് ശീലം. അപ്പോൾ P0 R0 θ0 ആയതുകൊണ്ട് ഈ ആംഗിൾ എന്താ? θ0. ഈ വലിയ ആംഗിൾ എന്താ? ഇത് PR തീറ്റ എന്ന് എഴുതിയേക്കുന്നത്. ആ വലിയ ആംഗിൾ തീറ്റ ആയിരിക്കും. ദെൻ വി ഹാവ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ P0P. റൈറ്റ് ആംഗിൾ നടക്ക് വരുന്നല്ലോ എഴുതുന്നത്. റൈറ്റ് ആംഗിൾ വന്നിരിക്കുന്നത് P0ലാണ്. P0P ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന് ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? അത് നമുക്ക് മറ്റൊരു മഷി ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ ആംഗിൾ
റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എത്ര വരും? വലുത് തീറ്റ, ചെറുത് തീറ്റ നോട്ട്. അപ്പോൾ ഇത് തീറ്റ മൈനസ് തീറ്റ നോട്ട് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. Then using the properties of right angled triangle, now we write the cosine value at the angle theta minus theta naught. Theta minus theta naught എന്ന് കാണുന്ന ആംഗിളിന്റെ കൊസൈൻ വാല്യൂ എഴുതുമ്പോൾ അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് OP0 ആണ്. OP0 ഡിവൈഡഡ് ബൈ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്, അത് OP ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. Then cos theta minus theta naught equal to OP0 എത്രയാ? OP0 എന്ന് പറയുന്നത് ഈ എന്താ? P0ന്റെ കോർഡിനേറ്റ്സ് R0 theta naught ആണെങ്കിൽ OP0 equal to R0. OP എന്താ? OP P R theta എഴുതിയിരിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ OP R ആണ്. ആ ഡിസ്റ്റൻസ് R ആണ്. മറ്റേത് ആംഗിൾ. അപ്പോൾ cos theta minus theta naught equal to R0 divided by R എന്ന് കിട്ടും. ഇനി പോളാറിൽ ഒരു ഇക്വേഷൻ പറയുന്നത് എന്താ? ഇൻ ടേംസ് ഓഫ് R ആൻഡ് തീറ്റ. ഹിയർ വി ക്യാൻ റൈറ്റ് R cos theta minus theta naught equal to R0. R into cos എഴുതാനുള്ള എളുപ്പത്തിന് R cos theta minus theta cos of theta minus theta naught equal to R0 by R എന്നുള്ളത് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടി R into cos theta minus theta naught എന്ന് എഴുതിയാൽ ഒന്നുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഫ്രാക്ഷണൽ വാല്യൂസ് ഒക്കെ ഒഴിവാക്കി, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്നേ ഉള്ളൂ. We can write the equation R into cos theta minus theta naught equal to R0. This is the equation of a line in polar form. അപ്പോൾ എന്ത് തന്നിട്ടാ? Any line passing through the pole can be represented by the constant angle that it makes with the initial line. അതിൻ്റെ ഫോം theta equal to theta naught. ഇനിഷ്യൽ ലൈനുമായിട്ട് theta naught ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന, പോളിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് ഫോം. ഇനി അങ്ങനെയല്ല എങ്കിൽ നമുക്ക് പോളിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ഫുട്ട്, ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അത് PR0 theta naught എന്ന് കിട്ടുവാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ ഇങ്ങനെ പറയാം: R into cos theta minus theta naught equal to R0. R0 theta naught are the coordinates, polar coordinates of the foot of the perpendicular from the pole to the given line. അങ്ങനെയും ഇക്വേഷൻ പറയാം. Now we are going to find some polar equations of some lines. First question, we have to find the polar equation in the form R into cos theta minus theta naught equal to R0 for some Cartesian equations. Given some Cartesian equations. Here we are given the Cartesian equation root 3x minus y equal to 1. Given this line, find the polar equation in the form R into cos theta minus theta naught equal to R0. ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ്. ഈ ലൈനിന്റെ പോളാർ ഇക്വേഷൻ R into cos theta minus theta naught equal to R0 എന്നുള്ള ഫോമിൽ എഴുതുക. പോളാർ ഫോംസ് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. പോളാർ ടു കാർട്ടീഷ്യനും കാർട്ടീഷ്യൻ ടു പോളാറും ഒക്കെ കൺവേർഷന് നമുക്ക് മാർഗമുണ്ട്. കാർട്ടീഷ്യനിൽ തന്നിരിക്കുന്നതിനെ പോളാർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് പകരം R cos theta റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വൈക്ക് പകരം R sin theta എന്ന് കൊടുത്തു. എന്നിട്ട് അതിനെ ഈ ബോക്സിൽ കാണുന്ന ഫോമിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? √3 into R cos theta. R വേരിയബിൾ ആണ്, തീറ്റയും വേരിയബിൾ ആണ്. മൈനസ് y എന്ന് പറയുന്നത് എന്താ? R sin theta ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ R രണ്ടിടത്തും കോമൺ ആണ്, അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതുവാണ്: √3 cos theta മൈനസ് sin theta ഈക്വൽ ടു 1. ഏത് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? R into cos theta minus theta naught. അപ്പോൾ ഈ √3 ഇതൊക്കെ പോയി വേറൊരു ട്രിഗ്നോമെട്രിക് വാല്യൂയും കൂടെ വന്നാൽ ഇതിനെ cos of a plus b, cos of a minus b അതിലേതെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കും. √3 ഉള്ളത് √3/2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മുഴുവനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും എല്ലാ ടേംസിനെയും. അപ്പോൾ ഇവിടെ √3/2 എല്ലാ ടേംസിനെയും അകത്ത ഡിവിഷൻ കാണിച്ചിരിക്കുന്നത്. മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1/2, √3/2 1/2 ഒക്കെ ചില പർട്ടിക്കുലർ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ആണ്. ഈക്വൽ ടു, അപ്പോൾ അവിടെയും റൈറ്റ് സൈഡിലും 1/2 എന്ന് എഴുതേണ്ടി വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. Now we know that √3/2 equal to cos 5/6. cos 5/6ന്റെ വാല്യൂ ആണ് √3/2. അത് റീപ്ലേസ് ചെയ്തു. അപ്പോൾ 1/2 എന്ന് പറയുന്നത് എന്നാ? sin 5/6 അല്ലേ? sin 5/6 into sin theta equal to 1 എന്ന് എഴുതാം.
ഇപ്പോൾ ഇതെന്താ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിലായി. ആറ് പുറത്തുണ്ട്. ആർ ഇൻറ്റു കോസ് എ കോസ് ബി മൈനസ് ഇത് നോട്ട് ചെയ്യാം. മൈനസ് എന്നുള്ളത് നോട്ട് ചെയ്ത് കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. കോസ് ഓഫ് പൈ ബൈ 6 പ്ലസ് തീറ്റ എന്ന് എഴുതാം. തീറ്റ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാം. തീറ്റയാണ് നമുക്ക് ആദ്യം വേണ്ടേ. കോസ് തീറ്റ പ്ലസ് പൈ ബൈ 6 എന്ന് ഞാൻ എഴുതും. കോസ് തീറ്റ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു 1/2. ഇപ്പോൾ ഫോമിലായി തീറ്റ മൈനസ് തീറ്റ നോട്ട്. തീറ്റ മൈനസ് എഴുതണമെങ്കിൽ തീറ്റ മൈനസ് പൈ ബൈ 6. എനിവേ ദിസ് ഈസ് ദി ഇക്വേഷൻ. ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് എന്ന് എഴുതണമെങ്കിൽ മൈനസ് പൈ ബൈ 6. തീറ്റ മൈനസ് ഓഫ് മൈനസ് പൈ ബൈ 6. തീറ്റ മൈനസ് തീറ്റ നോട്ട് ഈക്വൽ ടു മൈനസ് പൈ ബൈ 6 ഈക്വൽ ടു 1/2. തീറ്റ നോട്ട് ഈക്വൽ ടു മൈനസ് പൈ ബൈ 6. ഈ കാണുന്ന പോലെ തന്നെ അതിനെ കാണണമെങ്കിൽ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു 1/2 എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ട ഫോം. ഇവിടെ കൊണ്ട് നിർത്താം. ഞാൻ നിങ്ങൾ തീറ്റ നോട്ട് മൈനസ് പൈ ബൈ 6 ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. നൗ വി ഫൈൻഡ് ദ പോളാർ ഇക്വേഷൻ for the line x equal to minus 4 in this form r into cos theta. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. മറ്റേത് പോളിൽ കൂടെ പാസ് ചെയ്താൽ മാത്രമേ ഒരു ലൈനിൽ തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതത്തുള്ളൂ. അപ്പോൾ കൂടുതലും ലൈൻസിന് ഇതേപോലെ ആയിരിക്കും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഫോമിൽ നിന്ന് ആദ്യത്തെ ഫോം നമുക്ക് ഡിറൈവ് ചെയ്യുകയൊക്കെ ചെയ്യാം. അവിടെ പെർപെൻഡിക്കുലർ ബീറ്റ് ചെയ്യുന്ന ഫുട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ മോർ ജനറൽ റെപ്രസെന്റേഷൻ ഈസ് ദ സെക്കൻഡ് വൺ. അതാണ് എല്ലാത്തിനും കൊള്ളാവുന്ന എക്സ്പ്രഷൻ. നൗ വി ആർ ഗിവൺ ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു -4. എക്സ് ഈക്വൽ ടു -4 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ ആർ കോസ് തീറ്റ ഈക്വൽ ടു -4 എന്ന് കിട്ടി. r cos theta equal to -4. റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് പോസിറ്റീവ് ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. -r cos theta equal to 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് r into cos ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. തീറ്റ മൈനസ് പൈ. r into cos theta minus പൈ ഈക്വൽ ടു 4. ഈ ഫോമിലേക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. കോസ് തീറ്റ മൈനസ് പൈ ആകുമ്പോൾ മൈനസ് കോസ് തീറ്റ എന്ന് വന്നോളും. അപ്പോൾ ഈ ഫോമിലേക്ക് എഴുതണം എന്നുള്ള നിർബന്ധം കൊണ്ട് നമ്മൾ ആർ കോസ് തീറ്റ ഈക്വൽ ടു -4 ഈസ് ദ ഇക്വലന്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ബട്ട് വി ഹാവ് ടു റൈറ്റ് ദിസ് ഇൻ ദ ഫോം ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആർ നോട്ട്. ഈ ആർ നോട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തതുകൊണ്ട് പോസിറ്റീവ് ഡിസ്റ്റൻസ് ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് റൈറ്റ് സൈഡ് ആർ നോട്ട് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് എഴുതാറ്. അതുകൊണ്ടാണ് ഇതിനെ 4 ആക്കാൻ ശ്രമിച്ചത്. അത് 4 ആക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് സൈൻ, അവിടെയും ആർ ഇൻറ്റു കോസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തീറ്റ മൈനസ് പൈ ആക്കുന്നു. ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് പൈ ഈക്വൽ ടു 4 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് വി ആർ ഗിവൺ എ ഫിഗർ ആൻഡ് write the Cartesian equation of the line given in the figure. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ ഇത് ലൈനിലെ ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ഫുട്ടാണ് ഈ കിടക്കുന്നത്. ഇത് ആർ നോട്ടും ഇത് തീറ്റ നോട്ടും ആണ്. ആർ നോട്ട് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് 2, ഈ ആംഗിള് π/3. ആർ നോട്ട് ഈക്വൽ ടു 2 ആൻഡ് തീറ്റ നോട്ട് ഈക്വൽ ടു π/3. അവിടെ എളുപ്പമാണ്. ഇനി പോയിന്റ് ഓൺ ദ ലൈൻ, അത് ഇവിടെ ലൈനിൽ ഏത് പോയിന്റ് വേണമെങ്കിലും ആകാം. അതിനെ നമ്മൾ പി ആർ തീറ്റ എന്നാണ് വിളിക്കുക. ദെൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഹാവിംഗ് foot of the perpendicular r naught theta naught is given by r into cos theta minus theta naught equal to π/3 theta minus π/3 equal to r naught equal to 2 എന്നുള്ളതാണ് ഇക്വേഷൻ. അതാണ് ലൈനിന്റെ പോളാർ ഇക്വേഷൻ. ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. r into cos a minus b cos theta cos π/3 sin theta sin π/3 equal to 2 എന്ന് എഴുതാം. cos π/3 1/2 sin π/3 √3/2 ആണ്. വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു. ഇനി ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എക്സ് വൈ ആയിട്ട് എഴുതാമെന്ന് നമുക്കറിയാം. അപ്പോൾ 1/2 ഇൻറ്റു ആർ കോസ് തീറ്റ പ്ലസ് √3/2 ഇൻറ്റു ആർ സൈൻ തീറ്റ ഈക്വൽ ടു 2 എന്ന് എഴുതുന്നു. 1/2 ഇൻറ്റു എക്സ് പ്ലസ് √3/2 ഇൻറ്റു വൈ ഈക്വൽ ടു 2 എന്ന്. എല്ലാ ടൈംസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എക്സ് പ്ലസ് √3y ഈക്വൽ ടു 4 എന്ന കാർട്ടീഷ്യൻ ഇക്വേഷൻ ആകുന്നു.